നമസ്കാരം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 2025 ജൂലൈ മാസം 13-ാം തീയതി മുതൽ 2025 നവംബർ മാസം 28-ാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. 139 ദിവസം. നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്ത്വനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു. അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം. ശനി എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. 139 ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ പ്രശ്നം, ദാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ അയക്കുന്ന പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു 10% മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ നക്ഷത്രം നിൽക്കുന്ന രാശി മകരരാശിയാണ്. മകരം രാശിയുടെ അധിപനും കുംഭം രാശിയുടെ അധിപനുമായ ശനി, അതായത് തിരുവോണം നക്ഷത്രത്തിൻ്റെ 1-ാം രാശിയുടെയും 2-ാം രാശിയുടെയും അധിപനായ ശനി നിൽക്കുന്നത് 3-ാമത്തെ രാശിയിലാണ്. അപ്പോൾ ശനിയുടെ ദോഷം, അതായത് കണ്ടകശനിയോ ഏഴരശനിയോ അഷ്ടമശനി ദോഷങ്ങളോ ബാധിക്കുകയില്ല എന്നുണ്ടെങ്കിലും ശനി 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഒരുപാട് പ്രയാസങ്ങൾ ഏറിയ ദിവസങ്ങളായിരിക്കും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായ ചെറിയ തർക്കങ്ങൾ വരുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ മന്ദത അനുഭവപ്പെടുന്നു. സാമ്പത്തികപരമായ നഷ്ടങ്ങളും ചെറിയ പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു. അത് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും അവരുടെ സ്വപ്നങ്ങൾ പരാജയത്തിലോട്ട് പോകുന്നത്. ആഗ്രഹങ്ങൾ ഒരുപാട് കാണും. കാരണം ആഗ്രഹം ആണ് ഒരു മനുഷ്യനെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്.
ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങളെ നമ്മുടെ ലക്ഷ്യങ്ങളാക്കിയെടുക്കുക, ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുക. യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. അങ്ങനെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുന്നേറി കൊണ്ടിരുന്ന സമയത്താണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത്. ജൂലൈ മാസം 13-ാം തീയതി ശനി വക്രത്തിൽ സഞ്ചരിക്കുകയും നവംബർ മാസം 28-ാം തീയതി വരെ ഇത് തുടരുകയും ചെയ്യും. അപ്പോൾ ഒരു 139 ദിവസങ്ങൾ നിങ്ങളുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം മാറുകയും നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും സാമ്പത്തിക പുരോഗതികളും എല്ലാം വന്നു ചേരുന്ന ദിനരാത്രങ്ങൾ. ഈ സമയം നമ്മൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ശനിദോഷ പരിഹാര പൂജയും ഹോമങ്ങളും നടത്തുന്നതും ഏറെ ഉത്തമമായിരിക്കും. ശനിദോഷ പരിഹാരം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ചിലവുകളേറിയതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുപായസം, നെയ്യ് അഭിഷേകം എന്നിങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള വഴിപാടുകൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ തടസ്സങ്ങൾ നല്ല രീതിയിൽ മാറുകയും ഈ ഒരു വക്രസഞ്ചാരം മൂലം ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. സന്തോഷത്തോടു കൂടി ജീവിതം മുന്നിലേക്ക് നയിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് മുന്നേറേണ്ടി വരും. കാരണം കുടുംബത്തിനുള്ളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിൽ, അമ്മയും അച്ഛനും തമ്മിൽ, അല്ലെങ്കിൽ അമ്മാവനും തമ്മിൽ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് അഭിപ്രായ വ്യത്യാസം ജീവിതത്തിൽ വരുന്നത്. ഇതിനെ അതിജീവിക്കുവാനുള്ള സമയമാണ് ഈശ്വരൻ നമുക്ക് മുന്നിൽ തന്നിരിക്കുന്നത്. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട്. ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് സന്തോഷകരമായി ജീവിതം നയിക്കുവാനുള്ള ടൈമാണ് ജൂലൈ 13 മുതൽ നവംബർ 28 വരെയുള്ള 139 ദിവസങ്ങൾ. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക. കാരണം നമുക്കിവിടെ നേട്ടങ്ങളും അംഗീകാരങ്ങളുമാണ് ഉണ്ടാകുന്നത്. വളരെ മന്ദഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി അതിൻ്റെ ഇരട്ടി വേഗതയിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്ന ദോഷങ്ങൾ മാറ്റുകയും നേട്ടങ്ങൾ 4 ഇരട്ടിയായി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. എങ്കിൽ മാത്രമേ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി പലതരം പ്രശ്നങ്ങളെയും അതിജീവിച്ച് മത്സരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. കാരണം നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പലതരം പ്രശ്നങ്ങളാണ്. ജോലിയില്ലാത്തൊരവസ്ഥ, 5 ദിവസം ജോലി ഉണ്ടായിരുന്നു, 2 ദിവസം ജോലി ഇല്ലെങ്കിൽ ആ 2 ദിവസത്തെ ചിലവിന് വേണ്ടി കടം വാങ്ങേണ്ട അവസ്ഥ, കടങ്ങൾ കൂടി വരുന്നൊരവസ്ഥ. ആ കടങ്ങൾ തീർക്കുവാൻ പറ്റിയൊരവസരമാണ് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാ ദിവസവും ജോലി ഉണ്ടാവും, എല്ലാ ദിവസവും വരുമാനം ഉണ്ടാവും. കടങ്ങൾ തീർക്കുവാനും കുറച്ച് സേവ് ചെയ്യുവാനും പറ്റുന്ന ഒരു സാഹചര്യമാണ്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി കടങ്ങൾ തീർക്കുകയും കയ്യിലൽപ്പം കരുതുകയും ചെയ്യേണ്ട സമയം. കാരണം നവംബർ 28-ന് ശേഷം വീണ്ടും നമുക്ക് പ്രശ്നങ്ങളും ദുരിതങ്ങളും പരിഭവങ്ങളുമായി മുന്നേറേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി പരിഹാരങ്ങൾ ചെയ്യുക, ക്ഷേത്രദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക. ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം സന്തോഷകരമായൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കഴിയുമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സഹസ്രനാമോ അഷ്ടോത്തരമോ ഒക്കെ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അയ്യപ്പസ്വാമിയുടെയോ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്താവിൻ്റെയോ ശനീശ്വരദേവൻ്റെയോ അഷ്ടോത്തരം എല്ലാം ജപിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും.